ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ടൈറ്റിലും തമ്പനയിലൊക്കെ കണ്ട പോലെ തന്നെ നമ്മുടെ വെഡ്ഡിങ് ഡേയുടെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ജാനുവരി 17 ഞങ്ങളുടെ വെഡ്ഡിങ് ഡേ. ഇപ്പോൾ 9 വർഷം പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ 9 വർഷം എത്ര പെട്ടെന്നാണ് കടന്നുപോയെന്ന് ഞങ്ങൾക്ക് തന്നെ ഇപ്പോൾ അത്ഭുതമാണ് കേട്ടോ. അപ്പോൾ കുറേ സങ്കടങ്ങളും സന്തോഷങ്ങളും ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ നിറഞ്ഞിട്ടുള്ള 9 വർഷങ്ങളായിരുന്നു. രാവിലെ ഞാൻ 5 മണിക്ക് എഴുന്നേറ്റായിരുന്നു കേട്ടോ. എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് വിളക്കൊക്കെ വെച്ചതിന് ശേഷം രാവിലെ തന്നെ ലളിതാ സഹസ്രനാമമാണ് ചൊല്ലിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊന്ന് ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ മറീന ബീച്ചിനടുത്തുള്ളൊരു പാർത്ഥസാരഥി ക്ഷേത്രമുണ്ട്, അപ്പോൾ അവിടെ പോകാമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ഇതുപോലെ രാവിലെ ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്ന സമയമാണെങ്കിൽ ഇതുപോലെ പോകാറുണ്ട്. എല്ലാ വർഷവും ഞങ്ങൾ ഇതുപോലെ വെഡ്ഡിങ് ഡേയുടെ അന്ന് രാവിലെ ക്ഷേത്രത്തിൽ പോകാറുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഏതെങ്കിലുമൊക്കെ ക്ഷേത്രത്തിൽ പോകും. ഇവിടെ ചെന്നൈയിൽ അടുത്ത് തന്നെയുള്ള എവിടെയെങ്കിലുമൊക്കെയാണ് പോകുന്നത്. ഇത്തവണ ഞങ്ങൾ കുറച്ച് ദൂരത്തേക്കാണ് വന്നിട്ടുള്ളത്. മറീന ബീച്ചിലുള്ള പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും കുറച്ചൊന്ന് ലേറ്റായി പോയി. ഞങ്ങളൊരു 6 മണിക്കെങ്കിലും എഴുന്നേറ്റ് ഇങ്ങോട്ടേക്ക് വരണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ അവിടെ നിന്ന് 1 മണിക്കൂറൊക്കെ ദൂരമുണ്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും 7:30 കഴിഞ്ഞു. ലേറ്റായി, എന്നാലും കുഴപ്പമില്ല. കുറച്ചും കൂടി രാവിലെ വന്നാലാണ് കുറച്ചും കൂടി നല്ല രസമായിരിക്കും കേട്ടോ ഇവിടെ കാണാനൊക്കെ. പക്ഷേ ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ നടക്കാത്തതിൻ്റെ കാരണം ഞാൻ രാവിലെ എഴുന്നേറ്റ് നാമമൊക്കെ ജപിച്ചുകൊണ്ടിരുന്നുകൊണ്ട് ലേറ്റായി പോയതായിരുന്നു. പിന്നെ അങ്ങനെ തൊഴുത് കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി. ഒരു 9:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങിയായിരുന്നേ. അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് തന്നെ ഇവിടുത്തെ അഗ്രഹാരമാണ്. അപ്പോൾ ഈ ഒരു തെരുവെന്ന് പറയുന്നത് ഫുള്ള് അഗ്രഹാരമാണ് കേട്ടോ. അപ്പോൾ നല്ല രസമാണ് ഇവിടെ കാണാനൊക്കെ. അപ്പോൾ ഈ ക്ഷേത്രം എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ഉള്ളൊരു ക്ഷേത്രമാണ്. കുറേ വർഷം പഴക്കമുള്ള പാർത്ഥസാരഥിയുടെ ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെന്നൈയിൽ എപ്പോഴെങ്കിലും വരുവാണെങ്കിൽ ഈ മറീന ബീച്ചിൻ്റെ അടുത്തുള്ള ഈ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ വരണം കേട്ടോ. ഭയങ്കര രസമാണ്. ഉള്ളിൽ ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. ഞങ്ങൾ ഒരു തുളസിമാല അർച്ചനയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് തന്നെ പ്രസാദം ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ രാവിലെ തന്നെ പൊങ്കലാണ് കിട്ടിയത്. അതൊക്കെ മേടിച്ച് കഴിച്ചും കൊണ്ട് ഞങ്ങൾ നേരെ ബീച്ചിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ബീച്ച്. അപ്പോൾ എന്തായാലും ഇങ്ങോട്ടേക്ക് കയറാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും ഈ ബീച്ചിലാണെന്നുണ്ടെങ്കിൽ രാവിലെ ഈ ഒരു 10 മണി ആ ഒരു ടൈമാണ്, 9:30-10 മണി. അപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. പക്ഷേ നല്ല വെയിലായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം. പൊങ്കൽ കഴിഞ്ഞിട്ട് 3ാമത്തെ ദിവസമാണിത്. 14-ാം തീയതി ആയിരുന്നില്ലേ പൊങ്കൽ? 15, 16, 17-ാം തീയതി ആയിരുന്നു ഞങ്ങളുടെ വെഡ്ഡിങ് ഡേ വരുന്നത്. അപ്പോൾ ഈ വീക്ക് ഫുൾ ആമിക്ക് ലീവാണ്. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് സ്കൂളില്ലാത്ത ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും മോളെയും കൂടെ കൊണ്ടുപോയി ഒന്ന് ബീച്ചിലൊക്കെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബീച്ചിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ വരുന്ന വഴിക്കാണ് ഞാൻ ഈ ഒരു വിവേകാനന്ദൻ്റെ മ്യൂസിയം ശ്രദ്ധിച്ചത്. അപ്പോൾ ഞാനിവിടെ ഇതുവരെയ്ക്കും പോയിട്ടില്ല കേട്ടോ. ഹസ്ബൻഡും പോയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടും കൂടെ ഒന്ന് കയറാമെന്ന് ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ നമുക്ക് തിരികെ വരുമ്പോഴത്തേക്കും കയറാമെന്ന് ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും നേരെ ഞങ്ങൾ ബീച്ചിലേക്ക് വരുന്നുണ്ട്. അപ്പം ബീച്ചിലേക്ക് വന്നപ്പോഴത്തേക്കും ഇതെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. ഇതുപോലെ ഈ മണൽത്തരികളിലൂടെ നടക്കാനായിട്ട് ഭയങ്കര പാടാണ് ആമിക്ക്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും നടക്കാനൊരു സൗകര്യം ചെയ്തിരുന്നെങ്കിലെന്ന് ഞാൻ എപ്പോഴോ ആഗ്രഹിച്ചൊരു കാര്യമാണ്. അപ്പോൾ ശരിക്കും ഇവിടെ ബീച്ചിലേക്ക് വന്നപ്പോഴത്തേക്കും ഭയങ്കര എനിക്കൊരു അത്ഭുതം തോന്നി. ഇതുപോലെ ഇങ്ങനെ ചെറിയ പലകകൾ പോലെ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ചെയ്തേക്കുന്നതാണ്. എന്തെങ്കിലും പ്രോഗ്രാമിൻ്റെ കാര്യത്തിന് വേണ്ടിയാണോ ചെയ്തേക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഇനി സ്ഥിരമായിട്ട് ഇതിങ്ങനെ തന്നെ ഇവിടെ കാണുമോ അതൊന്നും അറിയത്തില്ല കേട്ടോ. പക്ഷെ എന്തായാലും ഞങ്ങൾ അന്ന് പോയപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു സംഭവം കണ്ടു. അപ്പോൾ നമുക്ക് കുട്ടികളെയൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്കും കാലിലൊന്നും മണ്ണായാലും ഒന്നും അവരങ്ങനെ ബഹളമൊന്നും വയ്ക്കത്തില്ല, കരയത്തൊന്നുമില്ല. ആമിക്കാണെങ്കിൽ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ ബീച്ചിനുള്ളിലേക്ക് ഇറങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ എനിക്കും അത്രയ്ക്കും താല്പര്യമില്ല ബീച്ചിനുള്ളിലേക്ക് ഇറങ്ങാനായിട്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരമാണ് അവിടെ നിന്നത്. ഒരു 10 മിനിറ്റ് മാത്രമേ നിന്നുള്ളൂ. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ തിരികെ പോന്നു. അപ്പോഴത്തേക്കും ഇവിടെ ഒരു ബോർഡിൽ ടൈമൊക്കെ എഴുതി വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് ഹസ്ബൻഡാണ് പറഞ്ഞത് അതിൻ്റെ വീഡിയോ ഒന്ന് എടുക്കാനായിട്ട്. കാരണം നമ്മുടെ കല്യാണ ഡേറ്റിൻ്റെ അതേ ആ ഒരു ഡേറ്റ് അവിടെ കാണിച്ചേക്കുന്നുണ്ട്, എടുക്കാൻ പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഈ ഒരു വിവേകാനന്ദ മ്യൂസിയം ഉണ്ടെന്ന്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരാമെന്ന് വിചാരിച്ചു. ശരിക്കും ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കാതെ പോയൊരു സ്ഥലമാണിത്. നിങ്ങൾ ഇങ്ങോട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ചെന്നൈയിലുള്ളവരാണെങ്കിൽ
നിങ്ങൾ ഇവിടേക്ക് വരണം കേട്ടോ. ഇത് ശരിക്കും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. അത് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. ഭയങ്കര രസമാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ബുക്സൊക്കെ മേടിച്ചായിരുന്നു. പിന്നെ അവിടെ തന്നെ കുറേ VR ഷോയും സ്ലൈഡ് ഷോയും കാര്യങ്ങളൊക്കെ, വിവേകാനന്ദ ലൈഫും കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമാണ്. ഫോൺ അവിടെ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് കയറേണ്ടത്. നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ അതിനുള്ളിലേക്ക് വരുമ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് നേരെ ഞങ്ങൾ വീട്ടിലേക്കല്ല വന്നിട്ടുള്ളത്, ഭക്ഷണം കഴിക്കാനായിട്ട് ഫ്രീക്കൗട്ട് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നത്. അപ്പോൾ ഇത് ഹസ്ബൻഡ് ഇങ്ങനെ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ എന്തോ കണ്ടിട്ട് അങ്ങനെ വന്നതാണ്. സാധാരണ എല്ലാ പ്രാവശ്യവും ഞങ്ങളെ ഇങ്ങനെ വെഡ്ഡിങ് ഡേയുടെ അന്ന് തന്നെ ഇതുപോലെ കൊണ്ടുപോകുന്നത് ഏതെങ്കിലും ഒരു തീം റെസ്റ്റോറൻറ്റിലാണ്. അപ്പം ഞാൻ ഇത്തവണ അങ്ങോട്ട് പ്രത്യേകം പറഞ്ഞിരുന്നു ഹസ്ബൻഡിനോട്, എനിക്ക് സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു സാധാരണ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോയാൽ മതിയെന്ന്. അങ്ങനെയാണ് ഹസ്ബൻഡ് ഈ ഒരു ഷോപ്പ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. പക്ഷേ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞത് ഇപ്പോൾ തിരക്കില്ലല്ലോ, തിരക്കായി തുടങ്ങിയില്ലല്ലോ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ വൃത്തിയാക്കാതെ ഇട്ടേക്കുന്നത്. പക്ഷേ നൈറ്റാണ് ഇവിടെ കാണാനായിട്ട് അടിപൊളിയെന്നാണ് കേട്ടോ പറഞ്ഞത്. ഇവിടുത്തെ ഒരു ആംബിയൻസ് ഒക്കെ സൂപ്പറാണെന്നാണ് പറഞ്ഞത്. നൈറ്റ് ടൈമിലാണ് ശരിക്കും ഇവിടെ എല്ലാവരും വരുന്നത്. ഞങ്ങൾ അണ്ണാനഗറിലുള്ള കോര ഫുഡ് സ്ട്രീറ്റിലാണ് പോകാനായിട്ട് ഇരുന്നത്, പക്ഷേ അങ്ങോട്ടേക്ക് പോയില്ല. ഇത് അമ്പത്തൂരിലാണ് ഈ ഒരു ഷോപ്പ് ഇരിക്കുന്നത്. ഫ്രീക്കൗട്ട് എന്നാണ് കേട്ടോ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഞങ്ങൾ വന്നത് ഒരു 12:30-1 മണിക്കൊക്കെയാണ് എത്തിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളായിരുന്നു ആദ്യത്തെ കസ്റ്റമർ എന്ന്. അതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, അവരെല്ലാം അവിടെ പ്രിപ്പയർ ചെയ്യുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ഫുള്ള് ഗ്രീനറിയാണ്. എല്ലായിടത്തും ചെടികളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ലൊരു ആംബിയൻസ് ഒക്കെ അവർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ നീറ്റ്നെസ് കുറച്ച് കുറവുള്ളതുപോലെ എനിക്ക് തോന്നി. ചിലപ്പോൾ ഇതിങ്ങനെ ഔട്ട്ഡോർ ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ പൊടിയും അഴുക്കൊക്കെ ഉള്ളത് കേട്ടോ. പക്ഷേ ഭക്ഷണം നല്ലതായിരുന്നു. ഹസ്ബൻഡിനും മോൾക്കും ഇതുപോലെ ബിരിയാണിയാണ് പറഞ്ഞത്, ഫിഷ് ബിരിയാണി. എനിക്ക് പ്രോൺ ഫ്രൈഡ് റൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് തന്നെയാണ് കഴിച്ചത്. ഞാൻ ബിരിയാണി കഴിച്ചില്ല. അമ്മയ്ക്ക് ബിരിയാണിയും പിന്നെ കുറച്ച് ഫ്രൈഡ് റൈസും കൊടുത്തു. ഹസ്ബൻഡും ഫ്രൈഡ് റൈസും കൂടി ഷെയർ ചെയ്ത് കഴിച്ചായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരമാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ വൈകുന്നേരം ഞാൻ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് ഈ ഒരു മന്ത്രം ഇങ്ങനെ രാവിലെയും വൈകുന്നേരവും കേൾക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും കുറച്ചൊരു സൈലൻ്റ് ആയിട്ടിരിക്കണം അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ കുറേ ഇങ്ങനത്തെ കാമായിട്ടുള്ള മ്യൂസിക്കുകൾ നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. വീടിനുള്ളിൽ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ ഞാൻ രാവിലെ കുറേ നേരം ഇത് വെച്ച് കേൾക്കും. രാവിലെ ഒരു 6-7 മണി തൊട്ട് ഒരു 10-10:30 മണി വരെയൊക്കെ ഈ മ്യൂസിക് ഞങ്ങളിങ്ങനെ കേൾക്കാറുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ഒരു കാം മ്യൂസിക്കാണ്. കുറേ മന്ത്രാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലാണെങ്കിലും സെർച്ച് ചെയ്ത് കേൾക്കാം കേട്ടോ. മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് പോയിട്ട് ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നായിരുന്നേ. അപ്പോൾ ചിക്കൻ ഞാൻ കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നാടൻ ചിക്കൻ മേടിക്കാനാണ് പോയത്. പക്ഷേ ഞങ്ങൾക്കത് കിട്ടിയില്ല. ബ്രോയിലർ ചിക്കനാണ് മേടിച്ചത്. ഞങ്ങളങ്ങനെ ബ്രോയിലർ മേടിക്കാറില്ല, വല്ലപ്പോഴും ആണ് വാങ്ങുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കുറേ തവണ വെള്ളത്തിൽ കഴുകും, മഞ്ഞൾപ്പൊടിയും വിനാഗിരിയൊക്കെ ഇട്ട് കഴുകിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ഇതുപോലെ മുന്നത്തെ ഒരു വ്ളോഗിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മീനും ഫിഷും ഒക്കെ ഫിഷും ചിക്കനും ഒക്കെ വെക്കുമ്പോഴത്തേക്കും വെള്ളം ഇങ്ങനെ ഇറങ്ങുന്നതായിട്ട് ഞാനിങ്ങനെ ഒരു വീഡിയോയിൽ പറഞ്ഞപ്പോഴത്തേക്കും ആരോ എന്നോട് പറഞ്ഞത് അതിങ്ങനെ വെള്ളത്തിനകത്ത് ചിക്കനും മീനും ഒക്കെ ഇട്ട് വെക്കുന്നതുകൊണ്ടാണ് കറി വയ്ക്കുമ്പോഴും വെള്ളം ഒരുപാടായിട്ട് ഇങ്ങനെ തോന്നുന്നതെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ അങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വെള്ളത്തിനകത്ത് ഇടാതെ അല്ലാതെ വെള്ളമൊക്കെ വാർത്തതിന് ശേഷം വെറുതെ വെച്ചേക്കും. എന്നിട്ട് കറി വെച്ച് നോക്കിയപ്പോഴത്തേക്കും ശരിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളത്തിനകത്ത് ഇട്ട് വയ്ക്കുന്നതുകൊണ്ടുള്ളൊരു പ്രശ്നം തന്നെയായിരുന്നു. നൈറ്റ് ഞങ്ങൾ ചപ്പാത്തിയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കാനായിട്ടിരിക്കുന്നത്. എല്ലാ പ്രാവശ്യവും വൈകുന്നേരം ഇതുപോലെ ബിരിയാണി വീട്ടിലുണ്ടാക്കും, ഉച്ചയ്ക്ക് പുറത്ത് പോയി തന്നെയാണ് കേട്ടോ കഴിക്കുന്നത്. എല്ലാ പ്രാവശ്യവും അങ്ങനെയാണ്. അപ്പോൾ ഹസ്ബൻഡ് എല്ലാ പ്രാവശ്യം എന്തെങ്കിലും ഗിഫ്റ്റ് ഇങ്ങനെ എനിക്ക് സർപ്രൈസായിട്ടൊക്കെ തരാറുണ്ട്. അപ്പോൾ ഇത്തവണ ഞാൻ അങ്ങോട്ട് പറഞ്ഞു, എന്തായാലും ഗിഫ്റ്റ് മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാനൊരു സംഭവത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ എനിക്ക് അത് മതിയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം എന്താണ് നമ്മൾ മേടിച്ചതെന്നൊക്കെ. ഇത്തവണ ഞാനും ഹസ്ബൻഡും കൂടി ഒരുമിച്ച് പോയിട്ടാണ് അത് എടുത്തതൊക്കെ. അപ്പോൾ നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനം മതിയെന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ എപ്പോഴും എനിക്ക് എന്തെങ്കിലും ഇതുപോലെ ബർത്ത്ഡേക്ക് ആണെങ്കിലും ഒക്കെ ഞാൻ അറിയാതെ ആയിരിക്കും ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നത് പുള്ളി.
അപ്പോൾ ഇത്തവണ ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു, എന്തായാലും പൈസ മുടക്കി മേടിക്കുന്നില്ല, അപ്പോൾ നമുക്ക് വീട്ടിൽ ഉപയോഗമുള്ള സാധനങ്ങൾ. ഇതുവരെ എനിക്ക് മേടിച്ചു തന്നിട്ടുള്ളത് ഉപയോഗമുള്ളത് തന്നെയാണ് കേട്ടോ. എനിക്ക് ഒരിക്കൽ മേടിച്ചു തന്നത് ഇതുപോലെ ഡിജിറ്റൽ വാച്ചായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്പോർട്സ് വാച്ചില്ല അത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ബർത്ത്ഡേക്കാണ് എനിക്ക് ഈ ഒരു ഫോൺ മേടിച്ചു തന്നത്. പിന്നെ ഒരു വെഡ്ഡിങ് ഡേക്കാണ് ഞാൻ വീഡിയോ എടുക്കുന്ന ഫോൺ മേടിച്ചു തന്നത്. അങ്ങനെ ഓരോ തവണയും എന്തെങ്കിലും സർപ്രൈസായിട്ട് തരും. അപ്പോൾ ഇത്തവണ ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ എന്തായാലും അടുത്ത വീട്ടിൽ ഞാൻ പറയാം കേട്ടോ, കാണിക്കാം കേട്ടോ എന്താണെന്നുള്ളത്. അതൊരു സർപ്രൈസായിട്ട് തന്നെ ഇരിക്കട്ടെ നിങ്ങൾക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ എന്തായാലും പായസം വെക്കാമെന്ന് വിചാരിച്ചിട്ട്, എന്തെങ്കിലും ഒരു സ്വീറ്റ് വെക്കണമല്ലോ. അങ്ങനെ പാല് മേടിച്ചത് ഇരിപ്പുണ്ടായിരുന്നു ഒരു കവർ. പിന്നെ അല്ലാതെ ഒരു അഡീഷണൽ ഒരു കവറും കൂടി മേടിച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാമെന്ന് കരുതി. കരിക്ക് പായസമാണ് വയ്ക്കുന്നത്. അപ്പോൾ കരിക്കിൻ്റെ ഈ ഒരു ഡബിൾ ഹോഴ്സിൻ്റെ കരിക്ക് പായസം മിക്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പൊങ്കലിന് പായസം വെക്കണമെന്നുണ്ടെങ്കിൽ അന്ന് ചെയ്യാമല്ലോ എന്ന് കരുതി എടുത്തതാണ്. അപ്പോഴത്തേക്കുണ്ട് 2 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് വെഡ്ഡിങ് ഡേയും കൂടെ വരുന്നില്ലേ, അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ആർക്കും തന്നെ മധുരം ഒട്ടും ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്തിനാണ് ഇത്രയൊക്കെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നല്ലൊരു ദിവസമായിട്ട് എന്തായാലും എന്തെങ്കിലും ഒരു മധുരം വെക്കണ്ടേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പായസം വെക്കാമെന്ന് കരുതിയത്. ആമിയാണെങ്കിൽ ഒട്ടും കഴിക്കത്തില്ല. പലർക്കും ഇപ്പോഴും അത്ഭുതമാണ് കേട്ടോ. എൻ്റെ വീട്ടിലൊക്കെ അമ്മയൊക്കെ എപ്പോഴും ചോദിക്കും എന്തുകൊണ്ടാണ് ആമി ഇങ്ങനെ മധുരം കഴിക്കാത്തത്. എനിക്കാണെങ്കിലും ഹസ്ബൻഡിനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാനാണെങ്കിൽ ഈ വലിയ കാര്യത്തിൽ പാലെടുത്ത് വെച്ച് ചൂടാക്കിയപ്പോഴത്തേക്കും അത് അങ്ങോട്ട് പിരിഞ്ഞു പോയി. പിന്നെ ഞാൻ ഹസ്ബൻഡിനോട് രണ്ടാമത് വേറെ പുതിയ പാല് മേടിക്കാനായിട്ട് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഒരു കവർ തൈരും കൂടി മേടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ പിരിഞ്ഞു പോയിട്ടുള്ളൊരു പാലില്ലേ, അപ്പോൾ ഈ പാലിൽ തൈരും കൂടി മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും കറക്റ്റ് ആയിരിക്കും. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും വലിയ പുളിപ്പില്ലാത്ത തൈര് കിട്ടും കേട്ടോ. അപ്പോൾ എനിക്ക് അമ്മയാണ് ഈ ഒരു ഐഡിയ പറഞ്ഞു തന്നത്. അപ്പോൾ ഈ പിരിഞ്ഞു പോയ പാലില്ലേ, അപ്പോൾ ഞാനതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടാണല്ലോ ചൂടാക്കാനായിട്ട് വെച്ചിരുന്നത്. അപ്പോൾ ആ വെള്ളം ഒന്ന് അരിച്ച് കളയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു അരിപ്പ എടുത്തിട്ട് ഒന്ന് ആ വെള്ളമൊക്കെ എടുത്ത് വാർത്ത് കളഞ്ഞതിന് ശേഷം അതിൻ്റെ കട്ടയായിട്ടുള്ള ആ പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു പോർഷൻ മാത്രം നമ്മൾ എടുക്കുന്നുള്ളൂ കേട്ടോ തൈരിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ മേടിച്ച് വെച്ചിരിക്കുന്ന ഒരു തൈരുണ്ടല്ലോ, ഇവിടെ നമുക്ക് ആവിൻ പാലിൻ്റെ തൈരാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ നല്ല കമ്പനിയാണ്. അപ്പോൾ വലിയ ഭയങ്കരമായിട്ട് പുളിപ്പൊന്നും കാണത്തില്ല. അപ്പോൾ അങ്ങനത്തെ തൈരാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ അച്ഛനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ തൈര് കഴിക്കാനായിട്ട്. വലിയ പുളിപ്പ് കാണത്തില്ലല്ലോ അതുകൊണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു തൈരാണ് ഇതിലേക്ക് മിക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് വാർത്തെടുത്തിട്ടുള്ള വെള്ളമില്ലേ, അത് ഞാൻ കൊണ്ടുപോയി കളഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ ആ ഒരു വെള്ളം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ പാല് പിരിഞ്ഞ് പോവുകയാണെങ്കിൽ ഇങ്ങനെ തൈരിൽ മിക്സ് ചെയ്ത് വെച്ചേക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ പകൽ ഒരു 5-6 മണിക്കൂർ ഇങ്ങനെ വെച്ചേക്കുമ്പോഴത്തേക്കും ഈ തൈരും പുളിച്ച പാലും കൂടി ചേർന്ന് കുറച്ചും കൂടി നല്ല കട്ട തൈര് കിട്ടും. പക്ഷേ വലിയ പുളിപ്പ് കാണത്തില്ല. പുളിപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. എനിക്ക് തോന്നുന്നത് മിക്കവാറും എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ ആ തൈരാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചൂടാക്കിയിട്ടുള്ള ഒരു പാല് പിരിഞ്ഞില്ലേ, അത് ഒന്ന് ചെറു ചൂടോട് കൂടിയാണ് കേട്ടോ നമ്മൾ പുതിയ തൈര് മിക്സ് ചെയ്യേണ്ടത്. നന്നായിട്ട് ചൂടുള്ളപ്പോഴത്തേക്കും തൈര് മിക്സ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇനിയിപ്പോൾ എന്തായാലും പായസമൊന്നും വെക്കണ്ട, നമുക്കിനിയിപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറിയും മാത്രം മതി എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ നാട്ടിൽ നിന്ന് തന്നെ അമ്മ ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ആ ഒരു സമയത്ത്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞത് നല്ലൊരു ദിവസമായിട്ട് എന്തിനാണ് വെക്കാതിരിക്കുന്നത്, എന്തായാലും വെക്കാനായിട്ട് പറഞ്ഞേ. അങ്ങനെ പിന്നെ ഹസ്ബൻഡ് രണ്ടാമത് പോയിട്ട് പുതിയ പാലൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഞാൻ ഈ കുക്കറിൽ വയ്ക്കുന്നതിൻ്റെ കാരണം കുറച്ച് ചുവട് കട്ടിയുള്ളൊരു പാത്രം എൻ്റെ അടുത്ത് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ രണ്ടാമത് മേടിച്ചുകൊണ്ട് വന്ന പാല് നല്ല പാലായിരുന്നു. അങ്ങനെ ആ ഒരു കരിക്കിൻ്റെ പായസം മിക്സ് ഇല്ലേ, അത് ഈ പാല് തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് കുറുക്കി എടുത്താൽ മതി. അത്രയേ ഉള്ളൂ, പരിപാടി തീർന്നു. നമ്മുടെ പാലട പായസമൊക്കെ വയ്ക്കത്തില്ല, അതുപോലെ തന്നെയാണ് കേട്ടോ. പിന്നെ ചിക്കൻ കറിയുടെ റെസിപ്പിയും കൂടി ഞാൻ കാണിച്ചു തരാം. കടായി ചിക്കനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു അയൺ കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് മുഴുവൻ ഗരം മസാല എല്ലാം ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നൊരു സംഭവം. പിന്നെ ഒരു 3-4 സവോള ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതാണ്, നൈസായിട്ട് കട്ട് ചെയ്തത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് പച്ചമുളക് 2 എണ്ണം ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഒരടപ്പ് വെച്ചിട്ടൊന്ന് മൂടി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ ആവുന്നതിനിടയിൽ തന്നെ നമുക്ക് കിച്ചൺ ഒന്ന് ഒതുക്കാം. ഞാൻ എപ്പോഴും എന്ത് പണി കിച്ചണിൽ ചെയ്താലും ഒരു സൈഡിൽ കൂടി ഞാനിങ്ങനെ പാത്രങ്ങളൊക്കെ ഒതുക്കി വയ്ക്കും, ക്ലീൻ ചെയ്യും, എല്ലാം ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് കുറേ ടൈം അങ്ങനെ സേവ് ചെയ്യാൻ പറ്റും. പിന്നെ വൃത്തിയില്ലാതെ ആ ഒരു കിച്ചണിൽ നിന്ന് ജോലി ചെയ്യുന്നതും അത്ര നല്ലതല്ലല്ലോ. അതുകൊണ്ട് എനിക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടി ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്തിടും.
അപ്പോൾ ഇതിനിടയിൽ തന്നെ നന്നായിട്ട് സവോളയൊക്കെ വഴണ്ട് വന്നു. അപ്പോഴത്തേക്കും നമ്മളിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇത്രയാണ് ചേർത്ത് കൊടുത്തത്. അളവ് ഞാൻ പറയാത്ത കാരണം നമ്മുടെ ചിക്കൻ അനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിന്ന് 1 കിലോ ചിക്കനാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല പഴുത്ത 2 തക്കാളിയും കൂടി ഇതുപോലെ നൈസായിട്ട് ചോപ്പ് ചെയ്തും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം അടച്ചു വയ്ക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ പോയി വെന്ത് ഇതിലേക്ക് ഒന്ന് കുഴഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മളിതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ മുന്നേക്ക് ആണെങ്കിൽ ഇതുപോലെ കുക്കറിലായിരുന്നു കേട്ടോ ഇതുപോലെ ചിക്കൻ കറിയൊക്കെ വെക്കുന്നത്. ഇപ്പം ഞാൻ ഈ ഒരു കടായിലാണ് വെക്കുന്നത്. എനിക്ക് ഭയങ്കര കംഫർട്ടാണ് ഈ ഒരു കടായി. നിങ്ങൾ പലരും എന്നോട് ചോദിച്ചിട്ടുള്ളതാണ് ഈ കടായി എവിടെ നിന്നാണ് മേടിച്ചത്. ഞാൻ അന്നും പറഞ്ഞിരുന്നല്ലോ, ഡിമാർട്ടിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. ഒരിക്കൽ ഓഫറിൽ വന്നപ്പോഴത്തേക്കും നല്ല നമുക്ക് കംഫർട്ടായിട്ട് കുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നൊരു പാത്രമാണ്. എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്, നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രങ്ങൾ നമുക്കൊരു കംഫർട്ട് തരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു റെസിപ്പിയും കൂടി മോശമാക്കുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വലിപ്പമാണെങ്കിലും അതിൻ്റെ ഷേപ്പാണെങ്കിലും പല കാര്യങ്ങളും ആ ഒരു റെസിപ്പിയെ നന്നാക്കാനായിട്ട് സഹായിക്കുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് പാത്രങ്ങളിൽ ഒരു പാത്രമാണ്. എനിക്ക് ഏറ്റവും മനസ്സിനിണങ്ങിയ പാത്രങ്ങൾ മാത്രമാണ് ഞാൻ ചൂസ് ചെയ്യാറുള്ളത് കേട്ടോ. അങ്ങനത്തെ പാത്രങ്ങളാണ് എൻ്റെ അടുത്ത് ഉള്ളത്. ഇതിനിടയിൽ തന്നെ നമ്മുടെ ചിക്കനിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അടച്ചു വെച്ചിരുന്നു. പാകത്തിന് ഉപ്പും എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ട് കറിയൊക്കെ തിളച്ച് പറ്റി വന്നിട്ടുണ്ട്. അവസാനമായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ചധികം കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറി റെഡിയായി. ഇനി അത് കുറേ കഴിഞ്ഞ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നല്ല സ്മെല്ലായിരിക്കും. ഇതിനിടയിൽ തന്നെ ചപ്പാത്തിയൊക്കെ ഒന്ന് ചുട്ടെടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇതിനിടയിൽ എൻ്റെ ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നായിരുന്നു. ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുക്കാത്തതാണ് കേട്ടോ. ചപ്പാത്തി പരത്താനും ഒക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പായസം ഞാൻ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഈ പായസം ഞങ്ങൾ 3-4 ദിവസം കൊണ്ടാണ് കഴിച്ചു തീർത്തത്. പെട്ടെന്ന് തീരുന്നുമില്ല. നല്ല മധുരമായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് മധുരം ഇഷ്ടമില്ലാത്ത കാരണം കൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് ഞങ്ങളിത് കഴിച്ചു തീർത്തത്. 3-4 ദിവസത്തേക്ക് വന്നു. അതുപോലെ തന്നെ ചിക്കൻ കറിയും 3 ദിവസത്തേക്ക് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾ കഴിച്ചിട്ടൊന്നും തീരുന്നുണ്ടായില്ല. അപ്പം ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ് ഡിന്നർ എന്ന് പറയുന്നത്. എനിക്കാണെങ്കിൽ ഇതെല്ലാം കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കഴിക്കാൻ തോന്നുന്നതേ ഇല്ല കേട്ടോ. പിന്നെ ഇപ്പം തന്നെ ഏകദേശം മണി 10 ആയിട്ടുണ്ട്. ആമിക്കാണെങ്കിലും ഒക്കെ നന്നായിട്ട് വിശന്നിരിക്കുമായിരുന്നേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചു. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞ് സന്തോഷം ഇതാണ് കേട്ടോ. അവസാനമായിട്ട് കുറച്ച് പായസം കൂടി കുടിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും നിറച്ചെടുത്താണ്. ഇതിൻ്റെ പകുതി പോലും ഞങ്ങൾ കഴിച്ചില്ല. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞ് ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ് ഞങ്ങൾ ആഘോഷിക്കാറുള്ളത് കേട്ടോ. രാവിലെ ക്ഷേത്രത്തിൽ പോകും, ഉച്ചയ്ക്ക് ഹസ്ബൻഡ് പുറത്തുനിന്ന് എന്തെങ്കിലും മേടിച്ച് തരും. പിന്നെ രാത്രി ആകുമ്പോഴത്തേക്കും ഞാൻ തന്നെ വീട്ടിൽ കുക്ക് ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇത്രയും സിമ്പിളായിട്ട് തന്നെയാണ് നമ്മളെപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെയും ബ്ലെസ്സിങ്സും എല്ലാം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.